ചെകിടിന് കേൾവി നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തളർവാദ രോഗി എഴുന്നേൽപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വെള്ളത്തിന് മീതെ നടന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയായി അപ്പമായി ഞങ്ങളുടെ മുൻപിൽ അണയുന്ന കർത്താവെ ആരാധന, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, ലോകത്തിന്റെ ദീപമേ, ഭൂമി തല്ലവനമേ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, സ്നേഹത്തിൻ പ്രമാണം പകർന്ന സദ്ഗുരുവേ, ആരാധന, ചേർന്ന് പാടാം. ആരാധന, ആരാധിക്കാം. ആരാധന, ആരാധന, എല്ലാവരും ആരാധന, ആരാധന, ആരാധന. ഈശോയെ നമുക്ക് ആരാധിക്കാം. ദിവികാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. തിരുഹൃദയനാഥനെ നമുക്ക് ആരാധിക്കാം. തിരുമുറിവുകളുള്ളവനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക്, തിരുവോസ്തിയിലേക്ക്, തിരുമുറിവിലേക്ക്, തിരുശരീര രക്തങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ദിവികാരുണ്യമായി അപ്പമായി നമ്മുടെ മുൻപിൽ അണയുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ആരാധന, 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 ആരാധന. ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. ക്രിസ്തുവിനെ തന്നിൽ രക്തം വീഴ്ത്തവനേ, ശിഷ്യന്മാരാൽ പോലും തിരസ്കൃതനായവനേ, മാംസം വറ്റിടുവോളം ചമട്ടിയടിയിട്ടവനേ, ഉൾമൊഴി തന്നവഹേളനം ശാന്തനായി സഹിച്ചവനേ, ആരാധന, ചേർന്ന് പാടാം. ആരാധന, ഈശോയെ ആരാധിക്കാം. ആരാധന, 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 എല്ലാവരും വിശുദ്ധ കുർബാനയായി തീരാൻ ഗെത്സമേനയിൽ രക്തം വീർത്ത് പ്രാർത്ഥിച്ച കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്വന്തം ശിഷ്യന്മാരാൽ പോലും തള്ളിപ്പറയപ്പെട്ട, ഒറ്റുകൊടുക്കപ്പെട്ട, ഒറ്റയ്ക്കാക്കപ്പെട്ട ഈശോയെ നമുക്ക് ആരാധിക്കാം. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് അസ്ഥിയിൽ നിന്ന് മാംസം ചിതറിത്തെറിക്കുവോളം പീഡകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. തിരുശിരസിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങി വിശുദ്ധ കുർബാനയായി തീരാൻ തന്നെ തന്നെ സമർപ്പിച്ച കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഭാരമേറിയ കുരിശുമെടുത്ത് ഗാഗുൽത്തായുടെ വിരിമാറിലേക്ക് നടന്നു നീങ്ങിയ ഈശോയെ നമുക്ക് ആരാധിക്കാം. കൈകാലുകളിൽ ആണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ, ചങ്കിൽ കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ
തീവ്രമായ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി തന്നെ പരിശുദ്ധ കുർബാനയാക്കി മാറ്റുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ലോകരക്ഷയ്ക്കായി രക്തം ചിന്തി മരിച്ച, പാപമോചനം ലോകത്തിന് നേടിത്തരുവാൻ, നമുക്ക് ഓരോരുത്തർക്കും നേടിത്തരുവാൻ വേണ്ടി പീഡയേറ്റു മരിച്ച കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ കുർബാനയായി മാറുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടാം. എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും എല്ലാ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ സാധ്യമാവുക ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മാത്രമാണ്. ഈശോയിലേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, ദുഃഖങ്ങളും, വേദനകളും, ആഗ്രഹങ്ങളും, മോഹങ്ങളും, മോഹഭംഗങ്ങളും എല്ലാം സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ചേർന്ന് പാടാം.